ജനനായകൻ റിലീസ് 9-ാം തീയതി റിലീസ് ചെയ്യേണ്ട സിനിമയാണ്. അത് മാറ്റിവെച്ചു. നമുക്കറിയാം അതിൽ കളിച്ചത് കംപ്ലീറ്റ് പൊളിറ്റിക്സ് ആണ്. അതായത് കഴിഞ്ഞ മാസം തന്നെ അതിൻ്റെ KVN പ്രൊഡക്ഷൻ സെൻസർ ബോർഡിന് കൊടുത്താണ്. പിന്നെ അവിടെ ബെൻഡിങ് ആക്കി. പിന്നെ അതിലൊരു 13 കട്ടുകൾ നിർദ്ദേശിച്ചു. ആ കട്ടുകൾ ഒഴിവാക്കിയിട്ട് വീണ്ടും കൊടുത്തു. വീണ്ടും പ്രശ്നങ്ങള്. പിന്നീട് 5-ാം തീയതിക്ക് ശേഷമാണ് പറയുന്നത് മദ്രാസ് ഹൈക്കോടതി വന്ന സമയത്ത് അതിൽ വീണ്ടും പരാതിയുണ്ട്. അതായത് മറ്റേ ഡിഫൻസ് ഫോഴ്സിനെ അവഹേളിക്കുന്ന എംബ്ലം എന്തൊക്കെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീണ്ടും പ്രശ്നങ്ങൾ ഇതാക്കിയിരിക്കുന്നത്. അപ്പോൾ കോടതി ചോദിച്ചു അത് ആർക്കാണ് അതിൽ പ്രശ്നം എന്നൊക്കെ. അവർ പറഞ്ഞത് മറ്റേ സെൻസർ ബോർഡ് അംഗം തന്നെയാണ് ഇതിന് പരാതി കൊടുത്തത്. ഈ റിവൈസിങ് കമ്മിറ്റി കണ്ടതിന് ശേഷം ഫൈനൽ അപ്രൂവൽ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിലീസിങ് ഡേറ്റ് 9 എന്നുള്ളത് മാറ്റിവെച്ചു. അപ്പം ഇതിൽ കാണുന്നത് കംപ്ലീറ്റ് പൊളിറ്റിക്സ് ആണ്, വേറൊന്നുമല്ല. അതായത് വിജയ് എന്ന് പറയുന്ന നടനെ അദ്ദേഹത്തിന്റെ രംഗപ്രവേശനം എന്ന് പറയുന്നത് വളരെയേറെ ഭയക്കുന്നു. അത് തന്നെയാണ് കാരണം. നിലവിൽ ചില ആളുകൾ സ്ഥിരമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുതിയൊരാൾ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് സിനിമയാണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും ഭയം ഉണ്ടാവും. അതോടൊപ്പം തന്നെ അവരെ ഇല്ലാതാക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കും. അത് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇപ്പൊ സിനിമയിലാണ് പറഞ്ഞാൽ പൊളിറ്റിക്സിൽ ഒരു സൂപ്പർ സ്റ്റാർ, നിലവിലൊരു സൂപ്പർ സ്റ്റാർ പെട്ടെന്ന് വേറൊരാള് കുതിച്ചുയർന്ന് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ കുതികാല് വെട്ടും പാരാവെപ്പുമായിരിക്കില്ല. അതേപോലെ തന്നെയാണ് രാഷ്ട്രീയത്തിലും. അതായത് മറ്റേ ഇപ്പോ തമിഴ്നാട് രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ അനിശ്ചിതത്വത്തിലാണ് അല്ലെ. സ്റ്റാലിന്റെ എന്താ പറയാ, ജയലളിതന്റെ മരണശേഷം AIDMK എന്ന് പറയുന്നത് വളരെ അപ്രസക്തമായി. അവിടെ ഒരു ഗ്യാപ്പ്, ഒരു നല്ലൊരു രാഷ്ട്രീയ പാർട്ടി, ഒരു നല്ലൊരു പ്രതിപക്ഷ പാർട്ടിയുടെ ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയം ശരിക്കും വിജയ് എന്ന് പറയുന്നത് വളരെ അനുകൂലമാക്കി മാറ്റിയെടുത്തു. ഇപ്പൊ ഒരു സർവേ നടത്തിയാല് നെഹ്റു കോളേജിലെ വിദ്യാർത്ഥികൾ നടത്തിയ ഒരു സർവേ ആണ്. അതിലിപ്പോ 2026 ഇലക്ഷനില് സെക്കൻഡ് പ്ലേസിൽ വരുന്നത്, ഫസ്റ്റ് DMKയും സെക്കൻഡ് TVM ആണ് വരുന്നത്. ഓക്കെ, അതായത് 3-ാമത്തെ സ്ഥാനമാണ് AIDMK എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സർവേ എന്ന് പറയുന്നത് മാറ്റി മറിഞ്ഞു വന്നുകൊണ്ട്